ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിംഗിന്റെ അവസാന മണിക്കൂറിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 7 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ വിശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. അതോടൊപ്പം നാളെ ചിലപ്പോൾ 1-2 മത്സരാർത്ഥികളാകും പുറത്താകുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിനെ അട്ടിമറിക്കാൻ തക്ക വിധത്തിൽ വേറൊരു മത്സരാർത്ഥിയും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ 10,987 എന്ന കൂറ്റൻ വോട്ട് നേടി 1-ാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഷാനവാസ്. 2-ാം പൊസിഷനിൽ അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോൾ ഒരു ഘട്ടത്തിൽ 1-ാം പൊസിഷനിലായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഷാനവാസിന്റെ മുമ്പിൽ അടിയുറവ് പറഞ്ഞ് 2-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 9,459 വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണുള്ളത്. 3-ാം പൊസിഷനിൽ ജിസേൽ തക്രാൾ തന്നെയാണ് തുടരുന്നത്. ജിസേൽ ഇപ്പോൾ അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാന മണിക്കൂറിലും നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ജിസേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 9,402 വോട്ട് നേടി 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ ആര്യം തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആര്യം വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമായി മുന്നോട്ട് വന്നു. ഇപ്പോൾ 4-ാം പൊസിഷനിൽ 805 വോട്ട് നേടി നിലനിൽക്കുകയാണ്. 5-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായിട്ട് നെവിൻ കയറി വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 7,589 എന്ന കൂറ്റൻ വോട്ടിന്റെ ബലത്തിൽ 5-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയായിരുന്നു നെവിൻ. 6-ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. നേരത്തെ 5-ാം പൊസിഷനിലുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ബിന്നി. എന്നാൽ ഇപ്പോൾ വോട്ടിംഗ് കുറവ് കാരണം പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 7,500 വോട്ടിന്റെ ബലത്തിൽ 6-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് ബിന്നി സെബാസ്റ്റ്യൻ. 7-ാം പൊസിഷനിൽ നമ്മുടെ നൂറ ആദില സഖ്യമാണ്. നൂറ ആദില സഖ്യം വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും വോട്ടിംഗ് അവസാനമായപ്പോഴേക്കും 7-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 7,001 വോട്ട് നേടിയാണ് 7-ാം പൊസിഷനുള്ളത്. 8-ാം പൊസിഷനിൽ അക്ബർ ഖാൻ ആണുള്ളത്. അക്ബർ ഖാൻ ഏകദേശം സേഫായ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഡേഞ്ചർ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ 6,987 വോട്ട് നേടി 8-ാം പൊസിഷനിൽ നിലനിൽക്കുകയാണ്. 9-ാം പൊസിഷനിൽ ഇപ്പോഴും ശരത്ത് തന്നെ തുടരുകയാണ്. അപ്പാനി ശരത്ത് വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ ഒരു മുന്നേറ്റം നടത്തിയെങ്കിലും അതിനുശേഷം ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഡേഞ്ചർ സോണിലാണ്. വോട്ടിങ്ങിന് അവസാന മണിക്കൂറിൽ 6,999 വോട്ട് നേടി 9-ാം പൊസിഷനാണുള്ളത്. 10-ാം പൊസിഷനിൽ ശൈത്യ സന്തോഷ് തന്നെയാണ് തുടരുന്നത്. ശൈത്യ സന്തോഷിന് ഇപ്പോൾ 6,250 വോട്ട് നേടാനേ സാധിച്ചുള്ളൂ. ഈ തവണ 2 പേരാണ് പുറത്താവുന്നതെങ്കിൽ ശൈത്യ ആയിരിക്കും പുറത്തു പോകുക. എന്തായാലും ഇപ്പോൾ 10-ാം പൊസിഷനാണുള്ളത്. 11-ാം പൊസിഷനിൽ RJ ബെൻസിയാണുള്ളത്. ഇത്തവണ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മത്സരാർത്ഥിയാണ്. വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് നോക്കാം. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 6,188 വോട്ട് നേടി 11-ാം പൊസിഷൻ.